Welcome to Ruth Johnson's English Speaking Class, Episode 6. ഇംഗ്ലീഷ് ചിട്ടയായും ക്രമമായും ലളിതമായി പഠിക്കാം. എപ്പോഴെങ്കിലും നമുക്ക് ഈ നിമിഷത്തിന് ശേഷം നടക്കാനുള്ള ഒരു കാര്യം ഇംഗ്ലീഷിൽ പറയേണ്ടി വരികയാണെങ്കിൽ ആദ്യം മനസ്സിലേക്ക് വരേണ്ട വേർഡാണ് വിൽ. ഐ വിൽ കം, ഞാൻ വരും. ഹി വിൽ ഗിവ്, അവൻ തരും. ഇങ്ങനെയൊക്കെ. അതുപോലെ തന്നെ ഭാവിയെ പറ്റി പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന വേറൊരു പ്രയോഗമാണ് വിൽ ബി. പക്ഷെ അത് യൂസ് ചെയ്യുമ്പോൾ ഐ വിൽ ബി കമ്മിങ്, ഹി വിൽ ബി ഗിവിങ്, ഇങ്ങനെയാ പറയുന്നത്. അപ്പോൾ വിൽ എപ്പോ യൂസ് ചെയ്യണം, വിൽ ബി എപ്പോ യൂസ് ചെയ്യണം, അതുപോലെ തന്നെ അത് എപ്പോ യൂസ് ചെയ്യരുത്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അതാണ്. അപ്പൊ ഫുൾ എപ്പിസോഡും കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ഇട്ടേക്കണേ. ഓക്കെ, വി വിൽ സ്റ്റാർട്ട് വിത്ത് ആൻ എക്സാമ്പിൾ. നമുക്ക് ഒരു ഉദാഹരണത്തോടെ തുടങ്ങാം. കണ്ടോ, ഞാൻ ഈ പറഞ്ഞ സെന്റൻസിൽ തന്നെ വിൽ വന്നിട്ടുണ്ട്. വി വിൽ സ്റ്റാർട്ട്. സ്റ്റാർട്ട് എന്ന കാര്യം ഒറ്റ പ്രാവശ്യം ചെയ്യുന്ന കാര്യമല്ലേ, സ്റ്റാർട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കത്തില്ലല്ലോ. അപ്പോ വി വിൽ സ്റ്റാർട്ട് എന്നാ പറഞ്ഞത്, വിൽ യൂസ് ചെയ്തു. നൗ സീ ദ നെക്സ്റ്റ് സെന്റൻസ്. അടുത്ത സെന്റൻസ് ശ്രദ്ധിച്ചേ. ഇൻ ദിസ് ക്ലാസ് ഐ വിൽ ബി ടീച്ചിങ് യു ദ ഡിഫറൻസ് ബിറ്റ്വീൻ വിൽ ആൻഡ് വിൽ ബി. ഈ ക്ലാസ്സിൽ ഞാൻ നിങ്ങളെ വിൽ ആൻഡ് വിൽ ബിയുടെ ഡിഫറൻസ് പഠിപ്പിക്കുന്നതായിരിക്കും. ഞാൻ ടീച്ച് ചെയ്യുന്നത് കുറച്ച് സമയത്തേക്കല്ലേ, അപ്പോൾ ഐ വിൽ ബി ടീച്ചിങ് എന്ന് പറയും. ഇപ്പം മനസ്സിലായല്ലോ, ഏതെങ്കിലും കാര്യം ഫ്യൂച്ചറിൽ ജസ്റ്റ് സംഭവിക്കുന്നതിനെ പറ്റി പറയാൻ വിൽ യൂസ് ചെയ്യും. എന്നാൽ കുറച്ച് സമയത്തേക്ക് നടക്കുന്ന കാര്യമാണെങ്കിൽ വിൽ ബി യൂസ് ചെയ്യും. ഇത് മനസ്സിൽ പിടിക്കേണ്ട ഫസ്റ്റ് പോയിന്റ്. വൺ മോർ എക്സാമ്പിൾ. Our boss will come on Monday. നമ്മുടെ ബോസ് തിങ്കളാഴ്ച വരും. ജസ്റ്റ് വരുന്നതിന് വിൽ കം. He will be staying here till Saturday. അദ്ദേഹം ഇവിടെ ശനിയാഴ്ച വരെ താമസിക്കുന്നുണ്ട്, അല്ലെങ്കിൽ താമസിക്കുന്നതായിരിക്കും. ഇവിടെ അദ്ദേഹം തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ താമസിക്കുന്നുണ്ട്. അപ്പോ വിൽ ബി സ്റ്റേയിങ്. ഇവിടെ കണ്ടോ, ബോസിന്റെ താമസം ഓൾറെഡി പ്ലാൻഡ് ആണ്. അപ്പോ വിൽ ബി യൂസ് ചെയ്തു. ചെയ്യുന്നുണ്ട്, ചെയ്യുന്നതായിരിക്കും എന്നൊക്കെ പറയാൻ വേണ്ടി വിൽ ബി. എന്നാൽ ചെയ്യും, സംഭവിക്കും എന്നൊക്കെ പറയാൻ വേണ്ടി വിൽ യൂസ് ചെയ്യും. വിൽ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും പ്ലാൻ ചെയ്ത് വെച്ചിരിക്കണമെന്നൊന്നും ഇല്ല കേട്ടോ. എക്സാമ്പിൾ, ഐ തിങ്ക് ഇന്ത്യ വിൽ വിൻ ദിസ് മാച്ച്. എനിക്ക് തോന്നുന്നു ഇന്ത്യ ഈ മാച്ച് ജയിക്കും. എന്നാൽ വിൽ ബി പറയുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടതുപോലെ പ്ലാൻഡ് ആണ്. ഇത് രണ്ടാമത്തെ പോയിന്റ്. ഇനി ഈ സെന്റൻസ് ഒന്ന് ശ്രദ്ധിച്ചേ. നിങ്ങൾ ഒരാളോട് ചോദിക്കുകയാണ്, ക്യാൻ ഐ കോൾ ഹിം അറ്റ് 2:30? എനിക്ക് അദ്ദേഹത്തെ 2:30 വിളിക്കാൻ പറ്റുമോ? അപ്പോൾ പുള്ളി പറയുകയാണ്, അറ്റ് 2:30 ഹി വിൽ ബി സ്ലീപ്പിംഗ്. 2:30 അദ്ദേഹം ഉറക്കമായിരിക്കും. 2:30 ഒരു മൊമെന്റ് അല്ലേ, ഒറ്റ നിമിഷമല്ലേ. എന്നിട്ട് എന്തുകൊണ്ട് വിൽ ബി യൂസ് ചെയ്തു? 2 മണി തൊട്ട് 3 മണി വരെ ഉറങ്ങുന്ന സ്വഭാവം അദ്ദേഹത്തിനുണ്ടായിരിക്കും. അപ്പൊ 2:30 എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിലുള്ള ഒരു മൊമെന്റ് അല്ലേ, അതുകൊണ്ടാണ് വിൽ ബി യൂസ് ചെയ്തത്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് തന്നെ തോന്നത്തില്ലേ നമ്മുടെ ഇംഗ്ലീഷ് ഒരുമാതിരി റഫാകുന്നെന്ന്. അപ്പൊ കുറച്ചുകൂടെ സ്മൂത്ത് ആക്കാൻ എന്ത് ചെയ്യണമെന്നറിയാവോ? ചോദ്യം ചോദിക്കുമ്പോൾ വിൽ എന്ന് ചോദിക്കേണ്ടടുത്ത് വിൽ ബി എന്ന് ചോദിക്കാം. പ്രത്യേകിച്ച് ഹോസ്പിറ്റാലിറ്റി, കസ്റ്റമർ കെയർ, ഇതിലൊക്കെ ജോലി ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെ ചോദിക്കണം. ഹോട്ടലിൽ റിസപ്ഷനിസ്റ്റ് നമ്മളോട് നേരത്തെ ചെക്ക് ഇൻ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് വിൽ യു ചെക്ക് ഇൻ ഏർലി എന്ന് ചോദിക്കുന്നതിനേക്കാട്ടിലും കൂടുതൽ പൊളൈറ്റ് അല്ലേ വിൽ യു ബി ചെക്കിങ് ഏർലി എന്ന് ചോദിക്കുന്നത്. നേറ്റീവ് ഇംഗ്ലീഷ് സ്പീക്കേഴ്സ് സംസാരിക്കുമ്പം അവർ മിക്കവാറും ഇങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. വിൽ യു ബി അറ്റൻഡിങ് ദ വെഡിങ്? നിങ്ങൾ കല്യാണം അറ്റൻഡ് ചെയ്യുന്നുണ്ടോ?
അപ്പം നമ്മളും അങ്ങനെ യൂസ് ചെയ്താൽ നമ്മുടെ ഇംഗ്ലീഷും കുറച്ചുകൂടെ പോളിഷ്ഡ് ആയിട്ട് വരും. ഇത് മൂന്നാമത്തെ പോയിന്റ്. പക്ഷേ ഇതെപ്പോഴും നടക്കത്തില്ല കേട്ടോ. എക്സാമ്പിൾ, യു വിൽ ബി ലവിങ് ദിസ് കാർ എന്ന് പറയരുത്. യു വിൽ ലവ് ദിസ് കാർ എന്ന് വേണം പറയാൻ. ഡാഡ് വിൽ ബി അണ്ടർസ്റ്റാൻഡിങ് ദിസ് പ്രോബ്ലം സൂൺ എന്നല്ല, ഡാഡ് വിൽ അണ്ടർസ്റ്റാൻഡ് ദിസ് പ്രോബ്ലം സൂൺ എന്ന് പറയണം. അതിനൊരു കാരണമുണ്ട്. ലവ്, അണ്ടർസ്റ്റാൻഡ്, നോ ഇതൊക്കെ നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങളല്ലേ. ഇതിന് പറയുന്നത് സ്റ്റാറ്റിക് വേർബ് എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള വേർബ് യൂസ് ചെയ്യുമ്പോൾ വിൽ ബി അല്ല, വില്ലാണ് യൂസ് ചെയ്യേണ്ടത്. എന്നാൽ റൺ, ലേൺ, ഡ്രിങ്ക്, ഈറ്റ് ഇതൊക്കെ നമ്മൾ പുറമേ ചെയ്യുന്ന കാര്യങ്ങളല്ലേ, ഡൈനാമിക് വേർബ്സ്. ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ സാഹചര്യം അനുസരിച്ച് വിൽ ബിയോ വില്ലോ യൂസ് ചെയ്യാം. ഇപ്പോൾ ക്ലിയർ ആയല്ലോ വിൽ എപ്പോൾ യൂസ് ചെയ്യണം, വിൽ ബി എപ്പോൾ യൂസ് ചെയ്യണമെന്ന്. ഇനി വിൽ വെച്ച് ക്വസ്റ്റ്യൻസ് എങ്ങനെ ഉണ്ടാക്കും, വേറെ എന്തൊക്കെ യൂസേജ് ഉണ്ട്, ഇതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് റൂത്ത് ജോൺസൺസ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്ലാസ് മലയാളം എപ്പിസോഡ് 3 കണ്ടാൽ മതി. അതിനകത്ത് ഞാൻ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇന്ന് നമുക്ക് വിൽ ബി യൂസ് ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യൻസ് എങ്ങനെ ചോദിക്കാം എന്നും കൂടി ഒന്ന് നോക്കാം. ബന്ധുക്കൾ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിൽ താമസിക്കാൻ വരുന്നെന്ന് കേട്ട ഉടനെ ആദ്യം വരുന്ന ചോദ്യം എന്താ? ഹൗ ലോങ് വിൽ ദേ ബി സ്റ്റേയിങ്? അവരെത്ര നാൾ താമസിക്കുന്നുണ്ട്? ദേ വിൽ ബി സ്റ്റേയിങ് ഫോർ 5 days, 5 ദിവസം. വിൽ ദേ ബി വിസിറ്റിംഗ് അങ്കിൾസ് ഹൗസ്? അവർ അങ്കിളിൻ്റെ വീട് സന്ദർശിക്കുന്നുണ്ടോ? യെസ്, ദേ വിൽ. നോ, ദേ വോണ്ട്. ഇങ്ങനെ ഷോർട്ടായിട്ടും ഉത്തരം പറയാം. വിൽ ബിക്ക് വേറെയും യൂസേജ് ഉണ്ട് കേട്ടോ. അതൊരു സെപ്പറേറ്റ് എപ്പിസോഡായിട്ട് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അത് പിന്നീട് ഞാൻ ഇടുന്നതായിരിക്കും. അപ്പം നിങ്ങൾ ഇന്ന് എന്താ ചെയ്യേണ്ടത്? ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാകുന്നത് വരെ വീണ്ടും വീണ്ടും കാണുക. എന്നിട്ടൊരു നോട്ട്ബുക്ക് എടുത്ത് അതിൽ പഠിപ്പിച്ച് തന്ന സെൻറ്റൻസസ് കുറിച്ച് വെക്കണം. വെറുതെ കണ്ടാത്തൊന്നും ഓ ഇതൊക്കെ എനിക്ക് അറിയാവുന്നതല്ലേ എന്ന്. പക്ഷെ സംസാരിക്കാൻ നേരത്ത് കിട്ടത്തില്ലല്ലോ. അപ്പം അത് കിട്ടണമെങ്കിൽ കുറിച്ച് വെച്ച് പ്രാക്ടീസ് ചെയ്യുക തന്നെ വേണം. നിങ്ങൾ പറഞ്ഞാലേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. In the next episode, you will be learning how to speak with small children in English. കൊച്ചു കുട്ടികളോട് എങ്ങനെ ഇംഗ്ലീഷിൽ സംസാരിക്കണം, അതാണ് അടുത്ത എപ്പിസോഡിൽ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുമേ. അപ്പോൾ മുടങ്ങാതെ ക്ലാസ് കിട്ടാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെസിഫിക് ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റിൽ പറഞ്ഞേക്കണേ. അപ്പം ഞാൻ അതനുസരിച്ചുള്ള എപ്പിസോഡ് വിടാം. Okay, see you again. Stay safe.